ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിവരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ വാർത്തയ്ക്ക് പിന്നാലെ തോട്ടപ്പള്ളിയിൽ ഇപ്പോൾ പൊഴി മുറിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത വരുന്നു. റിപ്പോർട്ട് ബിഗ് ഇമ്പാക്ട്. തോട്ടപ്പള്ളിയിൽ രാവിലെ മനീഷ് മഹിപാൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെ എന്താണ് അവിടുത്തെ പൊഴി മുറിച്ച് കൊടുക്കുന്നതിലുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവിടെ മാലിന്യം വന്ന് ഈ ഷട്ടറുകൾ അടിഞ്ഞുകൂടി കിടപ്പുണ്ടായിരുന്നു. ഇപ്പോൾ MLA അടക്കം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. MLA അടക്കം എത്തി. MLA കുറച്ച് അതൃപ്തിയും രേഖപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടർ ഇമ്പാക്ട് സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്ത പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കട്ടെ. ഇത് ഒരാഴ്ച മുമ്പ് ചെയ്യേണ്ടതാണ്, കാലവർഷം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. അത് ചെയ്യാതിരുന്നതാണ് ഇത്രയും ബുദ്ധിമുട്ട് അപ്പർ കുട്ടനാട് ഭാഗത്തുള്ളവർക്ക് ഉണ്ടാക്കിയത്. റിപ്പോർട്ടർ ബിഗ് ഇമ്പാക്ട്. തോട്ടപ്പള്ളിയിൽ സ്പിൽവേയിൽ അടിഞ്ഞുകൂടിയ മാലിന്യം നീക്കി തുടങ്ങിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൂടി പോകാം. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ ഇപ്പോൾ പൊഴി മുറിക്കുന്നു, ഒപ്പം മാലിന്യം നീക്കം ചെയ്തു തുടങ്ങുന്നു. വാർത്ത വരേണ്ടി വന്നോ അധികാരികൾ കൊണ്ടുവരാൻ? അരുൺകുമാർ, തോട്ടപ്പള്ളിയിൽ നിന്നും ഈ വാർത്ത ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ടറാണ്. തോട്ടപ്പള്ളിയിൽ നിന്നും ഈ പൊഴിമുഖത്തിന്റെ വീതി കൂട്ടിയിട്ടില്ല, പൊഴിയിൽ ആഴം എടുത്തിട്ടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് രാവിലെ റിപ്പോർട്ട് ചെയ്തത്. പിന്നാലെ MLA റെജി ചെറിയാൻ ഇവിടെ എത്തി. ഇപ്പോഴിതാ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ മണൽത്തിട്ട ഇവിടെ നിന്ന് മാറ്റുകയാണ്. പക്ഷെ അത് എത്രത്തോളം പ്രായോഗികമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇത് മണ്ണ് മാന്തി കൊണ്ട് മാറ്റിയെടുത്താൽ ഈ മണൽ എവിടെ കൊണ്ടിടും? കാരണം ഇത് നേരത്തെ തന്നെ ഈ മണലെടുത്ത് മാറ്റി അത് ടെൻഡർ കൊടുത്ത മണൽ ഡ്രഡ്ജ് ചെയ്ത് നേരത്തെയൊക്കെ തന്നെ KMML-നും IREL-നും അത് സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് വിറ്റിരുന്നു ഈ മണൽ. പക്ഷേ ഇപ്പോഴത്തെ ഈ എടുക്കുന്ന മണൽ പക്ഷേ എങ്ങോട്ടേക്ക് മാറ്റിയിടും? കാരണം ഈ മണലിന്റെ ട്രാൻസ്പോർട്ടേഷൻ വലിയ പാടാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ വാർത്ത വന്നതിന്റെ പിന്നാലെ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ആ മണൽ നീക്കം ചെയ്യുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഒപ്പം തന്നെ ഈ സ്പിൽവേക്ക് തൊട്ട് സമീപം ദേശീയപാത അതോറിറ്റി, അതായത് ഇറിഗേഷൻ വകുപ്പ് മണൽ മാറ്റം നടത്തുന്നു എങ്കിൽ ഇപ്പോഴിതാ തൊട്ടടുത്ത് തോട്ടപ്പള്ളി സ്പിൽവേയുടെ അടുത്ത് ഇപ്പോഴിതാ മാലിന്യം കൂടി ദേശീയപാത അതോറിറ്റി അധികൃതരുടെ ജീവനക്കാർ നീക്കം ചെയ്യുന്നതാണ് കാണുക. കാരണം ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. അവിടെ ഒരു എലിവേറ്റഡ് ഹൈവേ ഇവിടെ വരുന്നുണ്ട്. എലിവേറ്റഡ് ഹൈവേയുടെ താഴെ ഈ പണിക്കൊക്കെ തന്നെ ഭംഗം വരുന്ന രീതിയിലാണ് ഇങ്ങനെ ഈ മാലിന്യം അടിഞ്ഞു കൂടിയിട്ടുള്ളത്. അങ്ങനെ ഇവിടുത്തെ ജീവനക്കാരെ കൊണ്ട് ആ ഒരു പാലത്തിൽ നിന്ന് കമ്പ് കൊണ്ട് കുത്തി മാലിന്യം നീർക്കുകയാണ്. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഈ മാലിന്യ മാറ്റം ഇങ്ങനെ ചെയ്താൽ മാലിന്യം മാറില്ല. കാരണം മുളവടി കൊണ്ടോ മറ്റൊക്കെ തന്നെ ഇത് പൊക്കി മാറ്റുകയും കയർ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി വലിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താൽ എത്രത്തോളം മാലിന്യം മാറ്റാൻ കഴിയും? കാരണം ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന തോട്ടപ്പള്ളി സ്പില്ലയുടെ പടിഞ്ഞാറ് ഭാഗമാണ്, അതായത് കടലിനോട് അഭിമുഖം നിൽക്കുന്ന ഭാഗമാണ്. ഇതിന്റെ കിഴക്കേ ഭാഗത്തെ വിഷ്വലാണ്, അതായത് ഇതിന്റെ ഇടതുവശത്ത് കാണുന്ന വിഷ്വലാണ് നമ്മൾ നേരത്തെ കണ്ടത്. വലിയ മാലിന്യമുള്ളത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ കമ്പുകൊണ്ട് മാറ്റിയാൽ ആ മാലിന്യ നീക്കം പ്രായോഗികമല്ല. പക്ഷേ അത് നടപടി തുടങ്ങിയെന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ. പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഔദ്യോഗികമായ അല്ലെങ്കിൽ ഇറിഗേഷൻ വകുപ്പിന്റെ നടപടിക്രമങ്ങളല്ല. ഇത് ഇവിടെയുള്ള ജീവനക്കാർ ഈ വാർത്ത വന്നതിന്റെ പുറകെ ഉദ്യോഗസ്ഥർക്ക് സമ്മർദ്ദം ഉണ്ടായതിന്റെ പുറകെ ഇപ്പോഴിതാ ഈ കമ്പ് കുത്തി ഇവിടെ നിന്നുള്ള സാധനങ്ങൾ മാറ്റുന്നു എന്ന് കാണണം. ഒപ്പം തന്നെ ഈ മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് അങ്ങ് പടിഞ്ഞാറ് അറബിക്കടലിലേക്ക് ഈ പൊഴിമുഖത്ത് നിന്നും ഇങ്ങനെ ഉള്ള ജലം ഒഴുകിപ്പോകാനുള്ള നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി രണ്ട് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് തോട്ടപ്പള്ളി പൊഴിമുഖത്ത് ഏകദേശം 100 മീറ്റർ മാത്രം ഉണ്ടായിരുന്ന പൊഴിയുടെ വീതി ഇപ്പോഴിതാ ഏകദേശം 300 മീറ്ററെങ്കിലും ആക്കാതെ ഒഴുകിപ്പോകില്ല. അത്തരം നടപടിക്രമങ്ങളിലേക്ക് മാറിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ഡ്രഡ്ജ് ചെയ്ത് മാറ്റാതെ മണൽ ഇവിടെ നിന്നും, അതായത് ഈ മാറ്റുന്നത് പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നടക്കുന്ന നടപടി ഈ വാർത്ത വന്നതിന്റെ സമ്മർദ്ദത്തിന്റെ പുറത്ത് നടത്തുന്നതാണ്. പക്ഷേ ഇറിഗേഷൻ വകുപ്പ് ടെൻഡർ കൊടുത്ത് ഡ്രഡ്ജ് ചെയ്ത് മണൽ മാറ്റുകയും ഒപ്പം തന്നെ ഈ വേസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉടൻ എങ്ങനെ നീക്കുമെന്ന് അടക്കമുള്ള കാര്യത്തിൽ ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. ഇപ്പോഴും സ്ഥലം MLA റെജി ചെറിയാൻ അടക്കം ഇവിടെയുണ്ട്. അല്പസമയത്തിന് ശേഷം ആലപ്പുഴയിലെ തോട്ടപ്പള്ളി ഇറിഗേഷൻ ഓഫീസിലേക്ക് CPIM മാർച്ച് നടത്തും. ഓക്കെ, ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് നമ്മുടെ വാർത്തയെ തുടർന്ന് നീക്കം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഒന്ന് പൊഴി മുറിച്ച് നീക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ മാലിന്യം നീക്കം ചെയ്യുന്നു എന്നുള്ളതാണ്. റിപ്പോർട്ടറാണ് ഇന്ന് തോട്ടപ്പള്ളി സ്പിൽവേയിലെത്തി ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നതും അധികാരികളുടെ കണ്ണു തുറക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ഈ അനാസ്ഥ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവിടെ തുടരുന്നു എന്നുള്ളതാണ്. എന്നിട്ടും അതൊന്നും ചെയ്യാതിരുന്ന അധികാരികൾ ഇപ്പോൾ വാർത്ത വരുന്നു, ഉടൻ തന്നെ അധികാരികൾ ഉണർന്നെഴുന്നേൽക്കുന്നു, സടക്കുടഞ്ഞെഴുന്നേൽക്കുന്നു. ഇപ്പോൾ എന്തൊരു വേഗം! ഇത് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഈ വെള്ളമൊക്കെ ആറന്മുളയിലും അതേപോലെ അപ്പർ കുട്ടനാട് ഭാഗത്തും ഒക്കെ ഉണ്ടായിരുന്ന വെള്ളം ചടയെ ഒഴുകിപ്പോകുമായിരുന്നു. ഇത് ആ സമയത്തൊന്നും ചെയ്യില്ല, പരമാവധി കിടന്നുറങ്ങും. വാർത്ത വരുന്ന സമയത്ത് പെട്ടെന്ന് വരുന്നു, കാര്യങ്ങളൊക്കെ വേഗത്തിലാക്കുന്നു. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. എന്തൊരു അനാസ്ഥയാണല്ലേ!